ഒരു പയ്യൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സെക്ഷൽ തോട്ട്സ് ആണ്, എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, എക്സാം എഴുതാൻ പറ്റുന്നില്ല, എല്ലാം ഇപ്പോഴും ഇത് തന്നെ ഓർമ്മ വരുന്നു, ഉറക്കം കിട്ടുന്നില്ല, വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണല്ലോ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ സാധിക്കും. ഒരാൾ തന്നെ സഫർ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നിടത്താണ് ഡിവോഴ്സ് വരുന്നത്. മാത്രമല്ല കല്യാണം തന്നെ പലരും പ്രിഫർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സെക്ഷൽ ഒബ്സഷൻ കൂടുതലായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഏൺ ചെയ്യുന്ന ഒരു ലേഡി ആണെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടിലെ ഭർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ഒരു എന്താ പറയുക ഇക്വാലിറ്റിയോ കാര്യങ്ങളോ കാണുന്നില്ല. എല്ലാ ഫ്രീഡങ്ങളും അവസാനിക്കുന്ന ഒരു പോയിന്റായിട്ട് കല്യാണത്തിനെ കാണുന്ന ഒരു പറ്റം കുട്ടികളുണ്ട് നമ്മുടെ ജനറേഷൻ. ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഇമോഷണൽ ബോണ്ടിൻ്റെ പുറകെയാണ്. ഇമോഷണലി ആരെങ്കിലും നമുക്ക് ആശ്രയിക്കാനായിട്ട് വേണം. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പഠിപ്പിച്ചാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ ഒരു വലിയൊരു മാറ്റം കാണാനുണ്ട്. ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് നല്ലൊരു വേർഡായിരുന്നു, നല്ലൊരു ടേമായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ വേറൊരു രീതിയിലേക്ക്. ഞാൻ ഓക്കെ അല്ല എന്ന് തോന്നുന്നവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? എനിക്കെന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാളാണെങ്കിൽ, ഒരു ഇൻസൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ടോക്കിംഗ് തെറാപ്പിയാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ മാമിൻ്റെ അടുത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും പങ്കുവെക്കാറുള്ളത്, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാമിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ടീനേജ് പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ കൂടുതലും അഡോളസൻ്റ് ഇഷ്യൂസുമായിട്ടാണ് വരിക. ഒന്ന് റിലേഷൻഷിപ്പ് ഇഷ്യൂ, പിന്നെ മീൻസ് അവരുടെ ഒരു എന്താ പറയുക ഹോർമോണൽ ഇംബാലൻസസും കാരണങ്ങളും ഒക്കെ കൊണ്ട് ഇവർക്ക് ഈ പറയുന്ന ലവ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് തോന്നുന്ന ഒരു ടൈമാണ്, ക്രഷൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ അതിനെക്കുറിച്ച് കൂടുതലും സംസാരിക്കാനായിട്ട് വരാറുണ്ട്. അതല്ലാതെ തന്നെ പാരൻസുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് കൊണ്ടും ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. പാരൻസുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു പ്രായം വരുമ്പോഴത്തേക്കും ഇവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അവരെ സെൽഫ് കെയറും കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നൊരു ഇത്, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടി വെട്ടുക, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എനിക്ക് പലപ്പോഴും പാരൻസുമായിട്ട് കോൺഫ്ലിക്ട്സ് വരാറ്. അപ്പോൾ പല പാരൻസ് ഈ പറഞ്ഞ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവരെ ഈ രീതിയിൽ മീൻസ് അവർ പലപ്പോഴും സപ്രസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അവരെ കൊണ്ട് എന്താ പറയുക ഫോഴ്സ്ഫുള്ളി അനുസരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യുന്നൊരു പ്രവണത കാണാറുണ്ട്. പിന്നെ വീട്ടിലുള്ള ഫാമിലി ഇഷ്യൂസ് കാരണം അത് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കേസസ് പലപ്പോഴും വരാറുണ്ട്. പിന്നെ ഈ റിലേഷൻഷിപ്സിൻ്റെ വിഷയമാണെങ്കിൽ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലൊക്കെ പോയി ചാടുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതിപ്പോൾ വീട്ടിൽ പ്രശ്നമായി എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. പിന്നെ അതല്ലെങ്കിൽ ഒരു സമയമാകുമ്പോഴത്തേക്കും പാർട്ട്ണർ ഇപ്പോൾ അവരെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരു സ്റ്റേറ്റൊക്കെ വരാറുണ്ട്. പിന്നെ ഈ സമയത്തൊക്കെ ആയിരിക്കും യൂഷ്വലി അഡോളസൻ്റ് ഏജിലൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുട്ടികൾ ലഹരിയുടെ ഉപയോഗമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അതും ഈ പറയുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾ സജസ്റ്റ് ചെയ്യുന്ന പിയർ ഗ്രൂപ്പ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും, ഒരു പഫ് എടുക്കുമ്പോഴത്തേക്കും തീരുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ പലപ്പോഴും കുട്ടികൾ അഡിക്ഷനിലോട്ടൊക്കെ പോവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടോക്സിക് റിലേഷൻഷിപ്പുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസിക് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ തുടങ്ങി പോളിഗമസ് ആയിട്ടുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരു പോളിഗമി റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന അത്തരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പണ്ട് കാലത്ത് കേൾക്കാത്ത അത്രത്തോളം റിലേഷൻഷിപ്പിൻ്റെ മോഡലുകൾ ഇന്ന് നമുക്കുണ്ട്. ഇപ്പോൾ നാനോഷിപ്പ് പോലെ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ വിവിധ പേരുകളിൽ വരെ ഇപ്പോൾ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനൊക്കെ ആളുകൾ അതിനെ വിശ്വസിക്കാനും അതിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് എന്തുകൊണ്ടായിരിക്കും റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടാവുക? ആക്ച്വലി ഡൈവേഴ്സായിട്ട് ഇപ്പോൾ ഉള്ളൊരു കൾച്ചറല്ല ഇത്, നേരത്തെ ഉണ്ടായിരുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷെ നേരത്തെ ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ സംസാരിക്കാറില്ല, അറിയാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മുൻപും ഈ പറഞ്ഞ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അടുത്ത മറ്റേ ആൾ സബ്മിസീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും.
അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഒരുങ്ങുന്നെങ്കിൽ പോലും ആളുടെ ഇഷ്ടത്തിന് ഒരുങ്ങേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ട്. ഒരു മെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ഫീമെയിലിന് ഡോമിനൻ്റ് ആയിരിക്കണം എന്നുള്ളതിൽ ആണ് വളർന്നു വന്നത്. നമ്മൾ ചെറിയ പ്രായത്തിൽ വളർന്നു വരുമ്പോഴേ അങ്ങനെയാണ് കേൾക്കുന്നത്. ആണ് പെണ്ണിനേക്കാൾ മേലിലാകണം എന്നുള്ള രീതിയിലാണ് കേട്ട് വളർന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു സപ്രസിങ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളൊരു ആളിനെ ആണെങ്കിലും അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളിത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അനുസരിക്കേണ്ടതാണ്, അതാണ് അതിൻ്റെ ശരി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി എന്താ പറയുക, എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൂടിയപ്പോഴത്തേക്കും ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി. അതുപോലെ വിമണ്ണും ജോലി കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അവരും ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും, ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫ്രീഡം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവരിത് തിരിച്ചറിയാം. ഞാൻ ഒരു കാലത്ത് സപ്രസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളിനെ എന്താ പറയുക അടിമയെ പോലെ ജീവിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മ അങ്ങനെ ജീവിച്ചിരുന്നു, അങ്ങനെയൊക്കെ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നു, കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന എന്താ പറയുക ടോക്സിക് റിലേഷൻഷിപ്പാണ് എന്നൊക്കെ ഉൾക്കൊള്ളാനും തുടങ്ങിയത്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനും അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. മുൻപാണെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പിൽ ശരിക്കും ഈ അവയർനെസ് ആയിരിക്കില്ലേ ഇപ്പോൾ ഡിവോഴ്സ് കേസസ് കൂടാനുള്ള ഒരു വലിയൊരു കാരണമായി മാറിയത്? ഒരാൾ തന്നെ സഫർ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നിടത്താണ് ഡിവോഴ്സ് വരുന്നത്. മാത്രമല്ല ഇപ്പോൾ അഗ്രസീവായിട്ടുള്ള ഒരു ബിഹേവിയർ കൊണ്ടോ മറ്റോ ആയിരിക്കില്ല ചിലപ്പോൾ ഡിവോഴ്സസ് വരാം. രണ്ടുപേർക്കും തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൊണ്ട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്നിടത്തുനിന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. അത് വളരെ നല്ലതെന്ന് പറയും. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ താലി കെട്ടിപ്പോയി എന്നുള്ളത് കൊണ്ട് ലൈഫ് ലോങ് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആചാരം പോലെ കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അങ്ങനെ ലൈഫ് ലോങ് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊരു ലൈഫേ ഉള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണിൻ്റെ കൂടെ ജീവിച്ചു തീർക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം തന്നെ പലരും പ്രിഫർ ചെയ്യുന്നില്ല. മാം പറഞ്ഞിരുന്നു ഈ അച്ഛനും അമ്മയും വഴക്ക് കൂടുന്നത് കാണുന്ന കുഞ്ഞുങ്ങളിൽ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. ഈ അച്ഛനും അമ്മയും കുഞ്ഞുനാളിൽ മുതൽ വഴക്ക് കൂടുന്നത് കാണുന്ന കുട്ടികൾ കൂടുതലായിട്ട് ഇപ്പോൾ കല്യാണം വേണ്ട എന്നുള്ളൊരു തീരുമാനം. കാരണം കല്യാണങ്ങളെല്ലാം എൻഡപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളിലാണ് എന്നുള്ള ഒരു തോട്ട് കുട്ടികളിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പറയുന്നതിന് ഒരു പ്രധാന കാരണമല്ലേ? അതൊരു കാരണമാണ്. സ്വന്തം ഫാമിലിയിൽ തന്നെ കാണുന്ന അച്ഛനും അമ്മയും തമ്മിലുള്ള ചർച്ച കുറവും കാര്യങ്ങളും കൊണ്ട് അവരുടെ ലൈഫ് ഒത്തിരി ട്രോമ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മിക്കവാറും ഈ പറഞ്ഞ പോലെ വലുതാകുമ്പോഴത്തേക്കും ഡിസൈഡ് ചെയ്യുന്നത് എനിക്കങ്ങനെ റിലേഷൻ വേണ്ട, അല്ലെങ്കിൽ ലിവിങ് ടുഗദറിനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ നോക്കിയിട്ട് വേണമെങ്കിൽ കല്യാണം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുന്നു. ഈ പറഞ്ഞ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഇല്ലായ്മയുണ്ട് അവിടെ. പലപ്പോഴും വീട്ടിൽ നിന്ന് ഒരു സ്നേഹം കാര്യങ്ങളൊന്നും നേരാവണ്ണം അനുഭവിക്കാത്തൊരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്കൊരു എന്താ പറയുക സ്നേഹം കൊടുക്കാനോ എമ്പതി കാണിക്കാനോ ഒന്നും പറ്റാതെ വരും. അവർക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏൺ ചെയ്യുന്ന ഒരു ലേഡി ആണെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടിലെ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ ഒരു എന്താ പറയുക ഇക്വാലിറ്റിയോ കാര്യങ്ങളോ കാണുന്നില്ല എന്നുള്ളത് ഇവർ വിചാരിക്കുന്നത്. ഞാനും കഷ്ടപ്പെടുന്നു, ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു ജോലി മേടിച്ചു, ഞാൻ ഏൺ ചെയ്യുന്നു, പക്ഷെ ഞാനും ഇതേപോലെ എനിക്ക് യാതൊരു പ്രിഫറൻസോ കാര്യങ്ങളോ വരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ജോലിക്കാരും എല്ലാം നോക്കി എൻ്റെ മെൻ്റൽ ഹെൽത്തും ഇല്ലാതാക്കി ഞാൻ ജീവിക്കേണ്ട അവസ്ഥ വരുന്നു. അതിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് എൻ്റെ കിട്ടുന്ന പൈസ വെച്ചിട്ട് നന്നായിട്ട് ജീവിച്ചൂടെ എന്ന് തോന്നുന്നിടത്താണ് കുട്ടികളിപ്പോൾ അങ്ങനെ കല്യാണം വേണ്ട എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ കുറേ നാൾ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്തിട്ട് ശേഷം കല്യാണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് കല്യാണം എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇന്നത്തെ ജനറേഷൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ ഫ്രീഡങ്ങളും അവസാനിക്കുന്ന ഒരു പോയിന്റായിട്ട് കല്യാണത്തിനെ കാണുന്ന ഒരു പറ്റം കുട്ടികളുണ്ട് നമ്മുടെ ജനറേഷൻ. മാത്രമല്ല ഈ ഇടയ്ക്കൊക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ സ്ത്രീധനത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഒത്തിരി സ്ത്രീധനവും കാര്യങ്ങളും കൊടുത്ത് വന്ന പെൺകുട്ടികൾ വീട്ടിൽ സഫർ ചെയ്ത് കാരണം സൂയിസൈഡ് ചെയ്ത് ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എന്തിനാണ് അങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് ഉള്ള എന്താ പറയുക ഏണിങ്സും കാര്യങ്ങളും വെച്ചിട്ട് നന്നായി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് കുട്ടികൾ വിചാരിക്കുന്നത്. പൊതുവെ ഇപ്പം ഇപ്പോൾ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരോട് ഭാവിയിൽ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ
ഒരു നല്ല മാരേജ് അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ല, 1 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന റിലേഷൻഷിപ്പ് തന്നെ മതിയാവും എന്നുള്ളതാണ് പറഞ്ഞത്. റിലേഷൻഷിപ്സിനാണെങ്കിൽ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസിയോ കാര്യങ്ങളോ കാണുന്നില്ല. മിക്കവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സിറ്റുവേഷൻഷിപ്പിലൊക്കെ ഒതുങ്ങുക, അല്ലെങ്കിൽ ബ്രെഡ് ക്രംബിങ്ങിൽ ഒതുങ്ങുക, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. ഒരുപാട് പുതിയ ടേംസ് ആണ് ഈ റിലേഷൻഷിപ്സിൽ തന്നെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം ക്ലാസിഫൈ ചെയ്യപ്പെട്ടത് ക്ലാസിഫൈ ചെയ്യപ്പെട്ടതും ഇത്രത്തോളം എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തുന്നതും ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നതും ഒക്കെ ഇപ്പോഴാണ്. മുമ്പൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ രഹസ്യമായി കൊണ്ടുവരുന്നൊരു സംഭവമാണ്. അതാരും അറിയാണ്ടൊക്കെ ചിലപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ആണ് അങ്ങനെ ഉണ്ടായിരുന്നത്. സ്വന്തം നാട്ടിലൊക്കെ അതിനൊക്കെ മടിക്കുമായിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലിവിങ് ടുഗദർ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്കൊക്കെ പോകുന്നത്. ലൈഫ് ലോങ് ഒരു ബേർഡൻ എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനോ ആയിട്ട് അധികം ആൾക്കാരും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത്. അതേസമയം അങ്ങനെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ളൊരു നോർമൽ റിലേഷൻഷിപ്പിനെ ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്കും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വേറൊരു വൈരുദ്ധ്യം. ഇപ്പോൾ ഒരുപാട് കേസസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിക്കും? റിലേഷൻഷിപ്പിൻ്റെ കേസിലോ? റിലേഷൻഷിപ്പിൻ്റെ ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് പലപ്പോഴും പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ആണ് അവർക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഒരേ സമയത്ത് അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു, അവർ ആ സമയത്ത് ആ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അല്ലെങ്കിൽ ഏറ്റവും ആ ആളിനെ പാർട്ട്ണറിനെ വളരെ ബഹുമാനിക്കുകയും അയാളാണെല്ലാം എന്ന് വിചാരിക്കുന്നിടത്ത് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അത് മടുക്കുകയും പിന്നീട് അവർ ഒന്നുമല്ല എന്നുള്ളൊരു ഇതിലേക്കും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പാർട്ട്ണറാണ് ഒരു വശത്തെങ്കിൽ മറ്റേ പാർട്ട്ണർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അയാളൊരു നോർമൽ റിലേഷൻഷിപ്പിനെ വളരെയധികം വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓൺ വുമൺ മാനായിട്ടൊക്കെ ജീവിക്കാൻ ആ ഒരു കൺസെപ്റ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു ബ്രേക്കപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നൊരു സ്വഭാവം, അവരെ തഴഞ്ഞിട്ടുള്ളൊരു പോക്ക്, ഇതൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്നില്ല. ഒരാൾ അവരുടെ ലൈഫിൽ എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ മറ്റേയാൾ ചിലപ്പം അത് കാരണം ഡിപ്രഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽ തന്നെ ഫാമിലി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രണയബന്ധമൊക്കെ വളരെ സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് അതൊരു മാരേജിലേക്ക് എത്തുന്നു. നല്ല രീതിയിൽ മാരേജും കഴിഞ്ഞ് ജീവിക്കാം എന്ന് വിചാരിക്കുന്നിടത്ത് പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളായിരിക്കില്ല അന്നേരം അവർക്കിടയിൽ വരുന്നത്. അന്നേരമായിരിക്കും ഈ പറയുന്ന സ്ട്രഗിൾ ചെയ്ത് വന്നെങ്കിലും ചുറ്റുമുള്ള ആൾക്കാരെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളുടെ ഇടപെടൽ, ഇതൊക്കെയും ഇവരുടെ റിലേഷൻഷിപ്സിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് വരാറുണ്ട്. ഡിവോഴ്സ് കേസസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുന്നേ ഉള്ളൊരു എന്താ പറയുക അവസാന എന്താ പറയുക പിടിവള്ളി എന്നുള്ള രീതിയിൽ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പലപ്പോഴും റിലേഷൻഷിപ്സ് സ്മൂത്തായിട്ട് പോകാറില്ല. ഒരാൾ ഇപ്പോഴും ഒരു പാർട്ട്ണർ സഫർ ചെയ്യുന്ന ഒരാളായിട്ട് മാറാറുണ്ട്. ഇപ്പോൾ ഡെല്യൂഷണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ലൈഫ് ലോങ് അവരെപ്പോഴും സംശയത്തിൻ്റെ മുനയിലായിരിക്കും. അവരെങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും സംശയം, അവർക്ക് ഒരു ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ എന്നാലും ഇവർക്ക് ഈ പാർട്ട്ണറിനെ ഇഷ്ടമുണ്ട്, ഇവർ ബ്രേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മാറിപ്പോകാനായിട്ട് താല്പര്യപ്പെടുകയില്ല. അതായത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പിന് വർക്കാകില്ല എന്ന് തോന്നിയാൽ പോലും സഫർ ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാരും ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിരുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ പയ്യനെ സംബന്ധിച്ച് അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ ചെറുപ്പകാലം തൊട്ട് സ്കൂൾ കാലം തൊട്ട് ഉള്ളൊരു പ്രണയം അതിലുള്ള ഒരു കുട്ടിയാണ് കല്യാണം കഴിക്കുന്നതും ഒക്കെ. പക്ഷേ കല്യാണത്തിന് മുൻപ് ഈ പറഞ്ഞുള്ള അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു, അവരുടെ കല്യാണത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒത്തിരി പാടുപെട്ടിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും വളരെ അടുപ്പവും കൂടെ നിന്ന ഒരു അവസ്ഥ, എല്ലാ കാര്യത്തിലും അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നതാണ്. പക്ഷെ കല്യാണത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടപെടൽ അവരെ ലൈഫിലും ഒത്തിരി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക ഒരു ദിവസം ഭയങ്കര ഡിപ്രഷൻ സിംറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ പയ്യൻ കയറി വരുന്നത്. അവൻ പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ലോസ് ആയതുപോലെയാണ്. കാരണം അവരറിയുന്നില്ല ഇവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല, പക്ഷേ ഇവരുടെ കമ്മ്യൂണിക്കേഷനിൽ വന്ന ഗ്യാപ്പ് കൊണ്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചത് കാരണം ഇവർക്കിടയിലും അത്രത്തോളം ഗ്യാപ്പ് പിന്നീട് വരികയാണ് ചെയ്തത്. അപ്പോൾ അവൻ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ ഈ പറഞ്ഞ പോലെ
നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടും ആ കുട്ടിയെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റാതെയൊക്കെ വന്നു. പക്ഷെ ഒരു സമയത്ത് പിന്നീട് അവൻ്റെ മെൻ്റൽ ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അവൾ വരാതിരിക്കുകയോ ചെയ്തിട്ട്, പക്ഷെ അവർക്കൊരു കുഞ്ഞും കൂടിയായി. അപ്പോൾ ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് വന്നു. ആ കുട്ടി ഒരു തരത്തിലും അടുക്കുന്നില്ല, അല്ലെങ്കിൽ പോലീസ് കേസസ് ആവുന്നു, കാണാൻ പോയ പ്രശ്നം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. പക്ഷെ അവൻ്റെ മെൻ്റൽ ഹെൽത്ത് നോക്കാനായിട്ട് ശ്രമിക്കുകയും അതൊരു സമയത്ത് CBT ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മൈൻഡ്ഫുൾനെസ്സും ഒക്കെ അപ്ലൈ ചെയ്ത് അവനൊന്ന് ഒരിത്തിരി റിലാക്സ്ഡ് ആയിട്ട് വന്നൊരു സമയത്ത് എന്താ പറയുക, യാദൃശ്ചികമായിട്ട് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് ഇതുണ്ടായി. അങ്ങനെ പിന്നീട് വന്നിട്ട് അവർ ഒരുമിച്ച് ഫാമിലി കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓക്കെ ആയ സിറ്റുവേഷൻ, ഇപ്പോൾ ഓക്കെ ആയി പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ മൂന്നാമതൊരാളുടെ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പുകൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ മൂന്നാമത് ഒരാളുടെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പൊതുവേ പറയാറുണ്ട്, ആളുകൾ പറയുന്നതിന് വേണ്ടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തെ അത് ബാധിക്കും, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നും ജീവിക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു പോയിന്റ് എത്രത്തോളമാണ് ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഉള്ള കുറേ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരികയാണ്. അത് തന്നെ ഓൾറെഡി നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്ന അതിൻ്റെ ഭാഗമാണ്. ഒരു ഫാമിലി ലൈഫിൽ തന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇൻലാസുമായിട്ടാണ് താമസിക്കുന്നതിൽ ഇപ്പോൾ ഒരു കപ്പിൾസിന് പുറത്ത് പോകണമെങ്കിൽ പോലും അവരുടെ അനുവാദം വേണം, അല്ലെങ്കിൽ അവരോട് ചോദിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ. അത് ചിലപ്പോൾ അവിടെ വളർന്ന പയ്യനോ പെൺകുട്ടിക്കോ അത് പറ്റുമായിരിക്കും, പക്ഷെ അവരുടെ പാർട്ട്ണറിന് ചിലപ്പോൾ അതൊരിക്കലും ഓക്കെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കുമുള്ള കോൺഫ്ലിക്ട്സും പലപ്പോഴും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയില്ലെങ്കിൽ, അതായത് ഇൻലാസിന് ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കണം, എല്ലാം വേണം, അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വേണം, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും മൂന്നാമതൊരാളുടെ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കാൻ അവരെ എവിടെ നിർത്തണം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ഒരു കടമ അത് ഈ എന്താ പറയുക കപ്പിൾസിനുണ്ട്, ആ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്നേഴ്സിന് അതുണ്ട്. ഒരു പാർട്ട്ണറിൻ്റെ ഫാമിലി ആണെങ്കിലും മറ്റേ പാർട്ട്ണറിൻ്റെ ഫാമിലി ആണെങ്കിലും അവരെ എവിടെ നിർത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇവർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്കിടയിൽ വേറൊരാളെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പ്രശ്നം, അത് ഇന്നത്തെ തലമുറ നമ്മളെടുത്തും ഈ സെക്ഷൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കുഞ്ഞുനാൾ മുതൽ തന്നെ സെക്ഷൽ ഒബ്സഷൻ ഉള്ള ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. മേ ബി മാം പറഞ്ഞതുപോലെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നിരിക്കാം, ഇന്നാണ് നമ്മളത് തിരിച്ചറിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെക്ഷൽ ഒബ്സഷൻ കൂടുതലായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്? അതിൻ്റെ ഒരു ബേസ് കാരണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മളത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെക്ഷൽ OCD കൂടുതലും ടീനേജ് പ്രായത്തിലാണ് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യപ്പെടാറ്. അതുവരെ തിരിച്ചറിയപ്പെടാതെ പോവാണ് പതിവ്. സെക്ഷൽ OCD എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് ആവാം, സെക്ഷൽ ഡിസ്ഫങ്ഷൻസോ കാര്യങ്ങളോ ഓൾറെഡി ഫാമിലി മെമ്പേഴ്സിന്, ഇപ്പോൾ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മകനോ മകൾക്കോ ഒക്കെ ആ ഒരു ഇത് ഉണ്ടാകാം. അതല്ലാതെ വരുന്നത് പിയർ പ്രഷർ കാരണം ഉണ്ടാകാം. അതായത് ഒരു ചെറിയ പ്രായത്തിൽ ചെറുപ്പത്തിൻ്റെ ഒരു അഡോളസൻ്റ് ഏജിലേക്ക് കടക്കുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന ഹോർമോൺസിൻ്റെ ഒരു മാറ്റവും കാര്യങ്ങളും കൊണ്ട് ഇവർക്ക് ഈ സെക്ഷൽ തോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താണ് ഏതാണെന്ന് അറിയാത്തൊരു പ്രായത്തിൽ പലപ്പോഴും അവരുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരുമായിട്ടായിരിക്കും അവർ ഈ ഒരു കൺഫ്യൂഷൻസും സംശയങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ അതേ പ്രായത്തിലുള്ള കൂട്ടുകാരാണ്, അവർക്കും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പലപ്പോഴും വരുന്നത് തെറ്റിദ്ധാരണകൾ ആയിരിക്കും കൂടുതലും അവർ പങ്കുവയ്ക്കുകയും ആ തെറ്റായ ധാരണകളിലൂടെ ഇവർ കാണുകയാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ ഇവർ ചെറിയൊരു പ്രായത്തിലുള്ളൊരു പയ്യനാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് മുതിർന്ന ഒരു സ്ത്രീയോട് തോന്നുന്നത് അത് സിനിമയായിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. രവീന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അത് നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയ പ്രായത്തിലുള്ള ഒരു പയ്യന് മുതിർന്ന ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു ആകർഷണം, അത് പിന്നീട് ഒരു സെക്ഷൽ തോട്ട് അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഒരു നീഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഇമോഷണൽ ബോണ്ടിൻ്റെ പുറകെയാണ്. ഇമോഷണലി ആരെങ്കിലും
നമുക്ക് ആശ്രയിക്കാനായിട്ട് വേണം. എനിക്കൊരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം വരുമ്പോഴത്തേക്കും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും വേണം എന്നുള്ളിടത്തു നിന്നാണ് റിലേഷൻഷിപ്സ് എല്ലാം വർക്കാവുന്നത്. അതായത് ഇമോഷണൽ ബോണ്ട് തന്നെയാണ് അവിടെ പ്രധാനം. ഈ ഇമോഷണൽ ബോണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫാക്ടറായിട്ടും സെക്ഷൽ നീഡ്സിനെ കാണുന്നവരുണ്ട്. അതായത് സെക്ഷലി അവൈലബിൾ ആയാലേ, സെക്ഷൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താലേ ആ ഒരു ഇമോഷണൽ ബോണ്ട് നിലനിൽക്കൂ എന്നുള്ള തോട്ട്സ് കൊണ്ടും റിലേഷൻഷിപ്സിലൊക്കെ ആകുന്നവരുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യം, അതാണിപ്പോൾ എന്താണ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിലോട്ടൊക്കെ പോയിരിക്കുന്നത്. ബെസ്റ്റി സിസ്റ്റം, ഇങ്ങനത്തെ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് നല്ലൊരു വേർഡായിരുന്നു, നല്ലൊരു ടേമായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് മാറുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ തന്നെ പോൺ ഫിലിംസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിലോട്ടുള്ള ഒരു അഡിക്ഷൻ വന്നിട്ട് എപ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള തോട്ട്സ് വരിക, കാണുന്ന ആൾക്കാരിൽ അവർ കണ്ട ചിത്രങ്ങളെ എന്താ പറയുക റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയും സ്കൂൾ ടൈമിൽ ഇപ്പോൾ എനിക്ക് അറിയാം, ഞാനിപ്പോൾ സ്കൂൾ കൗൺസിലിങ്ങിലൂടെ ഉള്ളതുകൊണ്ട് സ്കൂൾ തന്നെ സെറ്റിങ്സിൽ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പയ്യൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സെക്ഷൽ തോട്ട്സ്, കാരണം എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, എക്സാം എഴുതാൻ പറ്റുന്നില്ല, എല്ലാം ഇപ്പോഴും ഇത് തന്നെ ഓർമ്മ വരുന്നു, ഉറക്കം കിട്ടുന്നില്ല, വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് പേടിയായി തുടങ്ങി എന്നുള്ള രീതിയിൽ. കാരണം ഒരു സമയത്ത് ഇതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു പ്ലഷർ എന്നുള്ള രീതിയിൽ തുടങ്ങിയൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് അവർക്കത് നിർത്താനായിട്ട് പറ്റുന്നില്ല. അത് അവരുടെ ലൈഫിനെ ബാധിച്ച ദൈനംദിന പ്രവർത്തികളെ ബാധിച്ചു തുടങ്ങി. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോഴത്തേക്കും ഫോക്കസ് കിട്ടുന്നില്ല, എക്സാമിന് വന്നാലും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലോട്ട് ഇവർ മാറുമ്പോഴാണ് ഇവർക്കത് ബാധിച്ചു തുടങ്ങി എന്നുള്ളത് മനസ്സിലാകുന്നത്. അവിടെയാണ് പലപ്പോഴും അവർ കൗൺസിലേഴ്സിനെ സമീപിക്കും. കൗൺസിലേഴ്സിന് അടുത്ത് പോയി ചോദിക്കാമോ എന്ന് പോലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. അതും അവരാദ്യം പങ്കുവയ്ക്കുന്നത് അവരുടെ പിയർ ഗ്രൂപ്പിനോട് തന്നെയായിരിക്കും. അവിടെ ചിലപ്പോൾ പറയുന്നത് ഇതൊക്കെ യൂഷ്വലാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികൾ ചിലപ്പോൾ ഇതിനെ വളരെയധികം മിനിമലൈസ് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്തോ വിടുന്നൊരു പ്രവണതയുണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും അവെയർ ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ള രീതിയിൽ ഉചിതമായിട്ടുള്ള മാർഗം കണ്ടെത്താറുണ്ട്. അതായത് ഒന്ന് കൗൺസിലേഴ്സിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറിനോട് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് തന്നെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന അവരെക്കാളും മുതിർന്ന ഒരാളിനോട്, അല്ലെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്ന് അവർക്ക് ഉറപ്പുള്ള ഒരാളിനോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണല്ലോ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ജനറലി ഇത്തരത്തിലുള്ള തോട്ട്സ്, ഇപ്പോൾ മാം പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറോടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ വഴക്ക് പറയുമായിരിക്കും. പൊതുവേ എല്ലാ കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാ നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ, അല്ലെങ്കിൽ നിന്നോട് ആരാ ഇത് പറഞ്ഞേ, അല്ലെങ്കിൽ ഇത് ഒന്നുമല്ല എന്നുള്ള ഒരു തോട്ടാണ് കുട്ടികളിലേക്ക് ഇൻജസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ശരിക്കും അതിനെക്കുറിച്ച് പ്രോപ്പർലി അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തോട്ട്സിനുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ഇത് കേൾക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഉടനെ ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ തോട്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ സെക്ഷലായിട്ട് ബന്ധപ്പെട്ട് സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ പറയുകയോ വല്ലതും ചെയ്താൽ ഉടനെ നമ്മൾ പെട്ടെന്ന് പറയുക, ഇങ്ങനെ സംസാരിക്കരുത്, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കരുത്, അതിനുള്ള പ്രായമല്ല, നീ ചെറിയ വായിൽ വലിയ വർത്തമാനം പറഞ്ഞു, അല്ലെങ്കിൽ നീ ഇത് എവിടെ നിന്ന് പഠിച്ചു കേട്ടു എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ടെററായിട്ട് അവരോട് ഇടപെടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവരവിടെ ബ്ലോക്കാവും. പിന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എവിടെ ഇത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് ഓൾറെഡി കൺഫ്യൂഷൻ വരും. അവിടെയാണ് ഇവരിത് ഹൈഡ് ചെയ്യുന്നതും പ്രോപ്പർ അല്ലാത്ത ഒരു അഡ്വൈസോ കാര്യങ്ങളോ എടുക്കുന്നതും അബദ്ധങ്ങളിൽ പോയി ചാടുകയൊക്കെ ചെയ്യുന്നത്. അതേസമയം സ്കൂൾ കാലം തൊട്ടേ, ചെറിയ പ്രായം തൊട്ടേ ഇപ്പം പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ കുറേ ബെറ്ററാണ്. ഇപ്പം തന്നെ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പഠിപ്പിച്ചാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ ഒരു വലിയൊരു മാറ്റം കാണാനുണ്ട്. ചെറിയ കുട്ടികളോട് പോലും ക്ലാസ്സിലൊക്കെ പോയാലും നിങ്ങളിപ്പോൾ ആരെങ്കിലും ചേട്ടന്മാരെ ചേച്ചിമാരെ വിളിച്ച് നിങ്ങൾ പെട്ടെന്ന് കൂടെ പോരുത് കേട്ടോ, സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോരുതെന്ന് പറയുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും, ആണ് നമുക്കറിയാം ബാഡ് ടച്ചും ഗുഡ് ടച്ചും അറിയാം, അവർ വിളിച്ചാൽ ഞങ്ങൾ പോകത്തില്ല, അങ്ങനെയൊന്നും പോകത്തില്ല എന്നൊക്കെ അവർ തന്നെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഒരുപാട് അതെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, തിരിച്ചറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഇപ്പം ഡ്രൈവേഴ്സ്
പൊതുവെ സ്കൂൾ ബസ് ഡ്രൈവേഴ്സ്, സ്കൂളിലായമാർ ഒക്കെ ഈ പറഞ്ഞ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് ഭയങ്കര സ്നേഹം എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ അവർക്കറിയാം. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ ഒരു കൊച്ചു വെച്ച് അവയർനെസ്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവയർനെസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഒരു തോട്ട്സ് വരുന്നതെന്നും ഒരു പ്രണയം ഫീൽ ചെയ്യുന്നതും ശരിക്കും ഒന്നും പ്രോപ്പറായിട്ടുള്ളൊരു പ്രണയമോ കാര്യങ്ങളോ അല്ല എന്നുള്ളത് പോലും കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരം എഡ്യൂക്കേഷൻസ് ആവശ്യമാണ്. അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു യൂഷ്വലി ഇപ്പോൾ സ്കൂളുകളിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ ORC പോലുള്ള പ്രോജക്റ്റ് വഴിയൊക്കെ ഇത്തരം അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ചെല്ലുന്നുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ വളരെ എന്താ പറയുക, റിമോട്ട് ഏരിയാസിലും ഒക്കെ ഉള്ള സ്കൂൾസിലും ഒക്കെ ഇത് എത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഗൂഗിളും യൂട്യൂബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സോഴ്സസ് ഒക്കെ ഒരുപാടാണ്. എവിടെ നിന്ന് വേണേലും അറിവ് നമുക്ക് കിട്ടും. പക്ഷേ ഈ അറിവിൻ്റെ ഒരു പ്രശ്നം പ്രോപ്പറായിട്ടുള്ള ആളാണോ ഈ അറിവ് കൊടുക്കുന്നതെന്നുള്ളതിലാണ് കാര്യം. അതിൽ നിന്നാണോ അവർക്ക് ഈ അറിവ് കിട്ടുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും മെൻ്റലി അൺസ്റ്റബിൾ ആണ് എന്ന് തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല എന്ന് തോന്നുന്നവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? ഒരാളിപ്പോൾ മെൻ്റലി അൺസ്റ്റേബിൾ ആണ് എന്ന് അയാൾ അറിയണം ആദ്യം. എങ്കിൽ മാത്രമേ അയാൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ അയാൾക്ക് പ്രശ്നമുണ്ട്, പക്ഷെ അയാളത് തിരിച്ചറിയുന്നില്ല, മറ്റൊരാളത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അയാൾക്കത് തിരിച്ചറിയാനുള്ള യാതൊരു സാധ്യതയും ഇല്ലെങ്കിൽ യാതൊരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷനോ അവിടെ പോസിബിൾ അല്ല. അതേസമയം എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാളാണെങ്കിൽ, ഒരു ഇൻസൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ടോക്കിംഗ് തെറാപ്പിയാണ് ആദ്യം വേണ്ടത്. അതിനാണ് ഒരു കൗൺസിലറിനെ എപ്പോഴും കാണുന്നത്. ഒരു ചെറിയൊരു മെൻ്റൽ പ്രോബ്ലം ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്നുള്ള രീതിയിൽ വരുന്ന ഒരാളിനെ നമ്മൾ പെട്ടെന്ന് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സിവിയർ ആയിട്ടുള്ള മനോരോഗങ്ങൾക്കാണ് സൈക്യാട്രിസ്റ്റിനെ കാണുകയും മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വരുന്നത്. അത് ഒരു പാർട്ടാണ്. അതേസമയം സാധാരണ ഒരു മാനസിക പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടൊരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അത് പലപ്പോഴും കേൾക്കാൻ ആൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലുള്ള ഒരാളിനോട് സംസാരിക്കാം. പക്ഷെ വീട്ടിലുള്ള ഒരാൾ ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതേ സെയിം ഫീലിംഗ് അവർക്ക് കിട്ടണമെന്നില്ല. മീൻസ് നമ്മളൊരു കാര്യം പറയുന്നു, ആ കാര്യത്തിൻ്റെ അതേ ഒരു എസൻസോട് കൂടിയും അതിൻ്റെ എന്താ പറയുക, ഈ ആൾക്ക് തോന്നുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ മറ്റേ ആൾക്കത് ഫീൽ ചെയ്യുന്നില്ല. അവിടെ അവർ ഒരു റാപ്പോ അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യപ്പെടുന്നു. പലപ്പോഴും ഉപദേശങ്ങളായിട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഒരുപാട് സ്നേഹം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഇത്രയും അറിവുകൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത്. താങ്ക് യു.